ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ഫിസിക്സ് പഠന പരമ്പരയുടെ 5ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് കുളംസ് ലോയുടെ സ്കെലാർ ഫോമാണ്. അതായത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളിനി ചർച്ച ചെയ്യുന്നത് അതിൻ്റെ വെക്റ്റർ ഫോമാണ്. നോക്കൂ, ഇവിടെ Q1 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ചാർജ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. Q2 എന്ന് പറയുന്ന മറ്റൊരു പോയിൻ്റ് ചാർജ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ Q1ഉം Q2ഉം തമ്മിലുള്ള അകലം ഞാനിപ്പോൾ ഒരു വെക്റ്റർ കൊണ്ട് സൂചിപ്പിക്കുകയാണ്. വെക്റ്റർ R12 എന്നെഴുതുന്ന ഒരു വെക്റ്റർ. ഈ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് R12, ഈ വെക്റ്റർ സൈൻ ഇല്ലാതെ എഴുതിയാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആവും നിങ്ങൾക്കറിയാം. ഇനി R12 എവിടുന്ന് എങ്ങോട്ടുള്ള ഒരു വെക്റ്ററാണ്? Q1ൽ നിന്ന് Q2വിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വെക്റ്ററാണ് R12. R12 ക്യാപ്പ് എന്ന് എഴുതിയാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വെക്റ്ററൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എന്താണ് R12 ക്യാപ്പ്? Q1ൽ നിന്ന് Q2വിൽ ഡയറക്ഷനിലേക്കുള്ള, അതായത് ഈ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്റ്ററാണ് R12 ക്യാപ്പ്. അങ്ങനെ ഒരു യൂണിറ്റ് വെക്റ്റർ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താ? നിങ്ങൾക്ക് വേണം Q1ൽ നിന്ന് Q2വിൻ്റെ ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിലുള്ള 5 മാഗ്നിറ്റ്യൂഡുള്ള ഒരു വെക്റ്റർ എങ്ങനെ എഴുതും? 5 R12 ക്യാപ്പ് എന്ന് എഴുതിയാൽ എന്താ അർത്ഥം? മാഗ്നിറ്റ്യൂഡ് 5 ഉള്ളതും R12 എന്ന് പറയുന്ന യൂണിറ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷനിലുള്ളതുമായ ഒരു വെക്റ്ററാണ് 5 R12 ക്യാപ്പ്. ഫോർ എക്സാമ്പിൾ, എക്സ് ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ നമ്മൾ ഐ ക്യാപ്പ് എന്ന് എഴുതത്തില്ലേ? എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ 15 ഐ ക്യാപ്പ് ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാഗ്നിറ്റ്യൂഡ് 15 ഉള്ളതും എക്സ് ഡയറക്ഷനിലുമായിട്ടുള്ള ഒരു ഫോഴ്സാണ് 15 ഐ ക്യാപ്പ്. ഇസഡ് ഡയറക്ഷനുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ അല്ലേ കെ ക്യാപ്പ്? 25 കെ ക്യാപ്പ് ന്യൂട്ടൺ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസഡ് ഡയറക്ഷനിലുള്ളതും മാഗ്നിറ്റ്യൂഡ് 25 ഉള്ളതുമായ ഒരു വെക്റ്ററാണ് 25 കെ ക്യാപ്പ് എന്ന് എഴുതുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് വെക്റ്ററിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ യൂണിറ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷനിലുള്ള ആ സംഖ്യ മാഗ്നിറ്റ്യൂഡായി വരുന്ന ഒരു വെക്റ്റർ നമുക്ക് കിട്ടുമെന്ന് അറിയാം. ഇനി അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആലോചിക്കൂ. ഇപ്പം ഞാൻ എഴുതാൻ പോകുന്നത് Q1ഉം Q2ഉം തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ഉണ്ടാവും. ഇവിടെ രണ്ടും പോസിറ്റീവാ എന്ന് എഴുതിയത് കൊണ്ട് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാവും. ഞാൻ എഴുതാൻ പോകുന്നത് സ്കെലാർ ഫോം അനുസരിച്ച് ഫോഴ്സ് എക്സർട്ടഡ് ബൈ Q1 ഓൺ Q2. ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് F12. ഫോഴ്സ് എക്സർട്ടഡ് ബൈ Q1 ഓൺ Q2, F12. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തിരിച്ച് Q2 Q1 ചെലുത്തുന്ന ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഇത് തന്നെ ആയിരിക്കും. എഴുതാൻ പോകുന്നത് 1/4πε0. എപ്സിലോൺ 0 ഇതിൻ്റെ കാരണം മീഡിയം തരാത്ത സ്ഥിതിക്ക് വാക്വമാണെന്ന് കരുതുകയാണ്. 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ഇവർ തമ്മിലുള്ള ദൂരം. ഇവർ തമ്മിലുള്ള ദൂരത്തെ നമുക്ക് വേണമെങ്കിൽ R12 എന്ന് എഴുതാം. R12 വെക്റ്ററല്ല എഴുതുന്ന ദൂരത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ സ്ക്വയർ. ഇത്രയുമായിരിക്കും ഇവർ Q1 Q2വിൽ ചെലുത്തുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇവിടെ ഇപ്പോൾ 25 എന്ന് എഴുതിയതിൻ്റെ സ്ഥാനത്ത് ഇതാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയും ഫോഴ്സ് ഉണ്ട്. എങ്ങോട്ടായിരിക്കും ഈ ഫോഴ്സ്? Q1 പോസിറ്റീവാണ്, Q2 പോസിറ്റീവാണ്. Q1 Q2വിനെ റിപ്പൽ ചെയ്യായിരിക്കുമല്ലോ. അതായത് ഫോഴ്സ് എങ്ങോട്ടാണ്? ഞാൻ ആ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ Q1 Q2വിൽ ചെലുത്തുന്ന ഫോഴ്സ് അങ്ങോട്ട് തള്ളുകയാണ്. ദാറ്റ് ഈസ് ഏത് ഡയറക്ഷനിൽ? R12 എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷനിലുള്ളതും ഇത്രയും മാഗ്നിറ്റ്യൂഡ് ഉള്ളതുമായ ഒരു ഫോഴ്സാണ് ഇതിനകത്ത് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ ഫോഴ്സ് എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത്രയും മാഗ്നിറ്റ്യൂഡ് ഉള്ളതാണ് ഫോഴ്സ്, R12വിൻ്റെ ഡയറക്ഷനിൽ അങ്ങോട്ടുള്ളതാണ്. അപ്പോൾ അത് ഫോഴ്സ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത്രയും ഇൻറ്റു R12 ക്യാപ്പ്. ഇതാണ് വെക്റ്റർ ഫോം. തിരിച്ചു നോക്കൂ നിങ്ങൾ. ഫോഴ്സ് എക്സർട്ടഡ് ബൈ Q2 ഓൺ Q1, F21. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ 1/4πε0 Q1 Q2 Q1 എഴുതിയാലും മതി. അതിൻ്റെ ഒരു ഓളത്തിന് അങ്ങനെ എഴുതാം. 21 ആയതുകൊണ്ട് Q2 Q1 ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ദൂരം R12 എന്ന് എഴുതിയാലും R21 എന്ന് എഴുതിയാലും വെക്റ്റർ എഴുതാത്തതുകൊണ്ട് ഈ ദൂരം സെയിമാണ്. 2ൽ നിന്ന് 1ലേക്കുള്ള ദൂരവും 1ൽ നിന്ന് 2ലേക്കുള്ള ദൂരവും സെയിമാണ്. അപ്പോൾ R വേണമെങ്കിൽ ഇതേ രീതിയിൽ എഴുതണമെങ്കിൽ R21 എന്ന് എഴുതാം. R21 ദ ഹോൾ സ്ക്വയർ. ഇത്രയും മാഗ്നിറ്റ്യൂഡ്, ഈ രണ്ട് മാഗ്നിറ്റ്യൂഡ് സെയിമാണ്. എങ്ങോട്ടായിരിക്കും ഫോഴ്സ്? ഈ Q2 ഈ Q1നെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുക. ദാറ്റ് ഈസ് നേരത്തെ
അങ്ങോട്ടായിരുന്നു Q2-ൽ ഫോഴ്സ് എങ്കിൽ Q1-ൽ ഇങ്ങോട്ടാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് R21 ക്യാപ്പ് എന്ന് എഴുതാം. 2-ൽ നിന്ന് 1-ലേക്കുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ് ഇതെന്ന് പറഞ്ഞാൽ മതി. ഇനി നമുക്കറിയാം R12 ക്യാപ്പും R21 ക്യാപ്പും ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആണ്. R12 ക്യാപ്പ് അങ്ങോട്ടാണെങ്കിൽ R21 ക്യാപ്പ് ഇങ്ങോട്ടാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? F12ഉം F21ഉം രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഒന്ന് R1-ൽ നിന്ന് 2-ലേക്ക് അങ്ങോട്ട് ഡയറക്ഷനിൽ, മറ്റേത് R21 2-ൽ നിന്ന് 1-ലേക്ക്. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം എഴുതാം, F12 എന്ന് പറയുന്ന വെക്ടറും F21 എന്ന് പറയുന്ന വെക്ടറും മാഗ്നിറ്റ്യൂഡിൽ തുല്യമാണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന ഈ ചാർജ് ബി എന്ന് പറയുന്ന ഈ ചാർജിൽ ചെലുത്തുന്ന ഫോഴ്സിൻ്റെ ഈക്വലും ഓപ്പോസിറ്റുമാണ് ബി എയിൽ ചെലുത്തുന്ന ഫോഴ്സ്. ഇത് എന്തിനനുസൃതമാണ്? ന്യൂട്ടൻ്റെ തേർഡ് ലോയ്ക്ക് അനുസൃതമാണ്. ദാറ്റ് ഈസ് കുളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ന്യൂട്ടൻ്റെ തേർഡ് ലോയുമായി ഇൻ അക്കോർഡൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതാണ് വെക്റ്റർ ഫോം ഓഫ് കുളംസ് ലോ. ഇനി നമ്മൾ മറ്റൊരു പ്രിൻസിപ്പിളാണ്, ഇതുമായി അസോസിയേറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രിൻസിപ്പിളാണെന്ന് പറയാൻ പോകുന്നത്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നിങ്ങൾ കഴിഞ്ഞ വർഷം എവിടെയോ പഠിച്ചതായി ഓർക്കുന്നുണ്ടല്ലോ. അതായത് വേവ് മോഷൻ അല്ലെങ്കിൽ വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ, രണ്ടാമത്തെ പുസ്തകത്തിലെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററായ അല്ലെങ്കിൽ ലാസ്റ്റ് ചാപ്റ്ററായ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. അതുപോലൊരു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നോക്കൂ, ഒരു സിസ്റ്റം ഓഫ് ചാർജസ്, സിസ്റ്റം ഓഫ് പോയിന്റ് ചാർജസ്. Q1 എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ ഇരിക്കുന്നു, എയിലിരിക്കുന്നു. Q2 എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ ഇരിക്കുന്നു. Q3 എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ ഇരിക്കുന്നു. Q4 എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ 4 പോയിന്റ് ചാർജുകൾ അടങ്ങുന്ന ഒരു സിസ്റ്റം, 4 ചാർജുകൾ അടങ്ങുന്ന ഒരു സിസ്റ്റം. ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ഒക്കെ ഉണ്ടാവും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ചാർജസ്. ഞാൻ പറയാൻ പോകുന്നത് Q1-ൽ ആക്ട് ചെയ്യുന്ന ആകെ ഫോഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് Q1-ൽ ആരൊക്കെ ബലം ചെലുത്തും? Q2 Q1-നെ അട്രാക്ട് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ചെയ്യും. Q3 Q1-നെ അട്രാക്ട് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ചെയ്യും. സിമിലർലി Q4ഉം Q1-നെ ഇറ്റ് വിൽ അട്രാക്ട് ഓർ റിപ്പൽ. Therefore the total force acting on Q1 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, the total force acting on Q1 is the vector sum of forces exerted by the individual charges Q2, Q3 and Q4. Q2 ചെലുത്തുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം, അതൊരു വെക്റ്ററാണ്, അതെങ്ങോട്ടാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ഉണ്ടെന്ന് നോക്കണം. Q3 Q1-ൽ ചെലുത്തുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നോക്കണം, രണ്ടാമതൊരു വെക്റ്റർ കിട്ടി. Q4 Q1-ൽ ചെലുത്തുന്ന ഫോഴ്സും നോക്കണം. എന്നിട്ട് Q1-ലുള്ള ആകെ ഫോഴ്സ് F1 കണ്ടെത്താൻ, ദാറ്റ് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് Q1 ഈസ് ഈക്വൽ ടു Q2 Q1-ൽ ചെലുത്തുന്ന ഫോഴ്സായ F21 എന്ന് പറയുന്ന വെക്റ്ററും Q3 Q1-ൽ ചെലുത്തുന്ന ഫോഴ്സായ F31 എന്ന് പറയുന്ന വെക്റ്ററും Q4 Q1-ൽ ചെലുത്തുന്ന ഫോഴ്സായ F41 എന്ന് പറയുന്ന വെക്റ്ററും, ഈ 3 ഫോഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ Q1-ൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കിട്ടും. Q2-ൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ സിസ്റ്റത്തിലെ ബാക്കി ചാർജുകളായ Q1ഉം Q4ഉം Q3യും ചെലുത്തുന്ന ഫോഴ്സുകളുടെ വെക്റ്റർ സം എടുത്താൽ മതി എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ ടോട്ടൽ ഫോഴ്സ് acting on a charge, acting on a charge in a system of charge. ഒരു സിസ്റ്റം ഓഫ് ചാർജിലുള്ള ഒരു ചാർജിനകത്ത് അനുഭവപ്പെടുന്ന ആകെ ഫോഴ്സ് എന്ന് പറയുന്നത് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് ഇൻ എ സിസ്റ്റം ഓഫ് ചാർജസ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ഫോഴ്സസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. ഓരോ ഇൻഡിവിജ്വൽ ചാർജും ഇതിനകത്ത് ചെലുത്തുന്ന ഫോഴ്സുകളുടെ വെക്റ്റർ സമ്മായിരിക്കും എന്ന് പറയുന്ന തിയറമാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഇവിടെ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈ 2-ൽ നിന്ന് 1-ലേക്ക് ഞാൻ വരയ്ക്കുന്ന ഒരു വെക്റ്റർ ആണെന്നിരിക്കട്ടെ R21 എന്ന് പറയുന്ന വെക്റ്റർ. 3-ൽ നിന്ന് 1-ലേക്ക് വരയ്ക്കുന്ന ഒരു വെക്റ്റർ ആണെന്നിരിക്കട്ടെ R31 എന്ന് പറയുന്ന വെക്റ്റർ. 4-ൽ നിന്ന് Q1-ലേക്ക് വരയ്ക്കുന്ന വെക്റ്റർ ആണെന്നിരിക്കട്ടെ R41 എന്ന് പറയുന്ന വെക്റ്റർ. എങ്കിൽ
എഫ് വെക്ടർ എഫ് എന്ന് പറയുന്ന ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 കണ്ടെത്താൻ F21 എങ്ങനെ കണ്ടെത്തും? Q2 Q1ൽ ചെലുത്തുന്ന ഫോഴ്സ് 1/4πε0 Q2 Q1 ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ദൂരമായ R21ന്റെ സ്ക്വയർ മാഗ്നിറ്റ്യൂഡായി. അപ്പോൾ ഈ Q2 പോസിറ്റീവാണ്, Q1 പോസിറ്റീവ് ആയതുകൊണ്ട് Q2 Q1നെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുക. അപ്പോൾ Q1നകത്ത് Q2 ചെലുത്തുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്. അതുകൊണ്ട് വെക്ടർ എഴുതുമ്പോൾ R21 ക്യാപ്പ് എന്ന് എഴുതും. ഇതേ ഐഡിയയിൽ അടുത്ത ഫോഴ്സ് എഴുത്, പ്ലസ് ഇതിൻ്റെ കൂടെ പ്ലസ് 1/4πε0 Q3 Q1 ബൈ R31 ഇൻറ്റു R31 ക്യാപ്പ് പ്ലസ് അടുത്ത വെക്ടർ ഞാൻ എഴുതുന്നില്ല 1/4πε0 അടുത്ത എന്തായിരിക്കും നോക്കിയേ Q4 Q1 ഡിവൈഡ് ബൈ R41 ഇൻറ്റു R41 ക്യാപ്പ്. ആ വെക്ടറും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ ഫോഴ്സ് കിട്ടും Q1ൽ. ദിസ് ഈസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ആലോചിച്ചോളുക. ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ചാർജ് ഇൻ എ സിസ്റ്റം ഓഫ് ചാർജസ് ഈസ് ദ വെക്ടർ സം ഓഫ് ഫോഴ്സസ് ഡ്യൂ ടു ദ ഇൻഡിവിജ്വൽ ചാർജസ്. ദിസ് ഈസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇനി നോക്കൂ, ഈ സിസ്റ്റത്തിൽ അഞ്ചാമതൊരു ചാർജും കൂടി ഇവിടെ വന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇനി Q1ൽ ആക്ട് ചെയ്യുന്ന ആകെ ഫോഴ്സ് എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് F41 വരെ ആയിരുന്നു നേരത്തെ ആക്ട് ചെയ്യുന്ന ആകെ ഫോഴ്സ്. Q5 കൂടെ വന്നു കഴിഞ്ഞുള്ള ഫോഴ്സ് കണ്ടെത്താൻ ഇതിൻ്റെ കൂടെ F51 കൂടെ ആഡ് ചെയ്താൽ മതി. പുതുതായി വന്ന ചാർജ് ഇതിനകത്ത് ചെലുത്തുന്ന ഫോഴ്സും കൂടെ ആഡ് ചെയ്യുമ്പം ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ആകെ ഫോഴ്സ് ആവും. അപ്പം അതിനെന്താ വേറൊരു അർത്ഥമുള്ളത്? അതായത് അഞ്ചാമത്തെ ചാർജും കൂടി ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം Q1ൽ ആക്ട് ചെയ്യുന്ന ആകെ ഫോഴ്സ് കണ്ടെത്താൻ പുതുതായി വന്ന Q5 ചെലുത്തുന്ന ഫോഴ്സ് കൂടെ കണ്ടുപിടിച്ച് നേരത്തെ ഉള്ള ഫോഴ്സിൻ്റെ കൂടെ കൂട്ടിയതാണ്. അല്ലാതെ ആദ്യം മുതൽ Q5 വന്നതിന് ശേഷം Q2 Q1ൽ ചെലുത്തുന്ന ഫോഴ്സ് ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്തില്ല. പഴയ എന്താ ചെയ്യാഞ്ഞത്? അപ്പോഴും Q5 വന്ന് കഴിയുമ്പോഴും Q2 Q1ൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഫോഴ്സ് പഴയത് തന്നെ. അതുകൊണ്ട് രണ്ടാമത് കണ്ടുപിടിക്കേണ്ട. Q3 Q1ൽ ചെലുത്തുന്നതും പഴയത് തന്നെയാണ്. Q4 Q1ൽ ചെലുത്തുന്നതും പഴയത് തന്നെയാണ്. ഇനി വന്ന Q5 ചെലുത്തുന്ന ഫോഴ്സും കൂടെ കണ്ടുപിടിച്ച് നേരത്തെ ഉള്ളതിൻ്റെ കൂടെ അതുകൂടെ കൂട്ടിയതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്താ? അതായത് ഈ Q2 Q1ൽ ചെലുത്തിക്കൊണ്ടിരുന്ന ഫോഴ്സ് Q5 ഇവിടെ വന്നു എന്ന കാരണത്താൽ മാറില്ല. മാറാത്തോണ്ടാണ് ഈ Q5 വന്നിട്ട് ആദ്യം മുതൽ Q2 Q1ൽ ചെലുത്തുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനത്. മനസ്സിലായോ ആവോ? അതായത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് ചാർജുകൾ തമ്മിൽ Q2 ഉം Q1ഉം തമ്മിലുള്ള ഫോഴ്സ് മൂന്നാമതൊരു ചാർജ് അടുത്ത് വന്നിരുന്നത് കൊണ്ട് അവർ തമ്മിലുള്ള ഫോഴ്സിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരാളിൽ ആക്ട് ചെയ്യുന്ന ആകെ ഫോഴ്സിൽ മാറ്റം ഉണ്ടാവും. ഈ പുതിയതായി വന്ന ആളുടെ ചെലുത്തുന്ന ഫോഴ്സ് കൂടെ കൂട്ടേണ്ടി വരും. ദാറ്റ് ഈസ് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പ്രസൻസ് ഓഫ് എ തേർഡ് ചാർജ് നിയർ ഇറ്റ്. ഞാനും വേറൊരാളും തമ്മിൽ നല്ല ആകർഷണ ബലം ഉണ്ടെന്നിരിക്കട്ടെ. ആ ആകർഷണ ബലത്തെ സ്വാധീനിക്കുന്നത് എൻ്റെയും അയാളുടെയും ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡും ഞങ്ങൾ തമ്മിലുള്ള ദൂരവും ഞങ്ങൾക്കിടയിലുള്ള മീഡിയവുമാണ്. അല്ലാതെ മൂന്നാമതൊരാൾ അവിടെ വന്നിരുന്ന് ചാർജുള്ള ആൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഫോഴ്സിൽ മാറ്റമൊന്നും വരില്ല എന്നർത്ഥം. ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പ്രസൻസ് ഓഫ് എ തേർഡ് ചാർജ് നിയർ ഇറ്റ് എന്നുള്ളതും കൂടെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ ഒരു ഇന്നർ മീനിങ്. ഇനി ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി അത്തരം വർക്ക് ഔട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ അതൊക്കെ ചെയ്തു നോക്കാം. മറ്റു വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ലാറ്ററൽ സൈഡ് ഒരേ ലെങ്ത് ഉള്ള ട്രയാങ്കിൾ. ആ എ ബി സി എന്ന് പറയുന്ന ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സുകളിൽ 3 കോർണറുകളിൽ ചാർജ് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ ഇരിക്കുന്ന ഒരു ചാർജ് Q1 എന്ന് വിളിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരു ചാർജ് Q2 എത്രയാണെന്ന് വെച്ചാൽ തരും, ഇത്ര കൂളം. ഇവിടെ ഇത്ര കൂളം. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. Q3 ഒരു ചാർജ് ഇവിടെ ഇരിക്കുന്നു. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇവ മൂന്നിൻ്റെയും വാല്യൂസ് തരും, ഇത്ര കൂളം, ഇത്ര കൂളം, ഇത്ര കൂളം. ഏതെങ്കിലും ഒന്നിൽ ചിലപ്പോൾ Q1ലായിരിക്കാം, ചിലപ്പോൾ Q2ലായിരിക്കാം. ആക്ട് ചെയ്യുന്ന ആകെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ലെങ്ത് ഒക്കെ തരും അവർ. നിങ്ങൾ എന്ത് ചെയ്യും? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് എയിലിരിക്കുന്ന Q1ൽ
ആക്ട് ചെയ്യപ്പെടുന്ന ആകെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ Q1 സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് Q3 ചെലുത്തുന്ന ഫോഴ്സിൻ്റെയും Q2 ചെലുത്തുന്ന ഫോഴ്സിൻ്റെയും കൂടെ സം ആയിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഫോഴ്സ് എക്സർട്ടഡ് ബൈ Q3 ഓൺ Q1 F31 കണ്ടുപിടിക്കുന്നു. F31 എന്ന് പറയുന്ന ഫോഴ്സ് എത്ര കാണും? 1/4πε0 Q3 Q1 ഡിവൈഡഡ് ബൈ ഈ R31 എന്ന് പറയുന്ന ഈ ദൂരം L ആണ്. അപ്പോൾ അതുകൊണ്ട് L-ന്റെ സ്ക്വയർ അത്രയും. എങ്ങോട്ടായിരിക്കും ഈ വെക്റ്റർ? ഇത് പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. ഈ പോസിറ്റീവായിട്ടുള്ള Q3 പോസിറ്റീവായിട്ടുള്ള Q1 തള്ളുകയാണ്. എന്ന് പറഞ്ഞാൽ സിയിൽ നിന്ന് എയിലേക്ക് വരയ്ക്കുന്ന ഈ വരയിലൂടെയാണ് F31 എന്ന് പറയുന്ന വെക്റ്റർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ എഴുതണം എലോങ് CA എന്ന് എഴുതുന്നു. എലോങ് CA, സിയിൽ നിന്ന് എയിലേക്ക്. ഇനി Q2 Q1 ചെലുത്തുന്ന ബലം എങ്ങനെ എഴുതാം? F21 എന്ന് എഴുതാം. അതിൻ്റെ അളവ് എങ്ങനെയാ? 1/4πε0 Q2 Q1 ഡിവൈഡഡ് ബൈ ഇവർ തമ്മിലുള്ള ദൂരവും L ആണ്. L സ്ക്വയർ. എങ്ങോട്ടാണ്? Q2 പോസിറ്റീവ് ആണ്, Q1 പോസിറ്റീവ് ആണെങ്കിൽ Q2 Q1 അങ്ങോട്ട് തള്ളും. ബിയിൽ നിന്ന് ഈ എയിലേക്ക്, ഇവിടെ എ ആണ് ഈ പോയിന്റ്, എയിലേക്ക്, അതായത് ഈ വരയിലൂടെ അങ്ങോട്ട് തള്ളും. ഇതാണ് F21 എന്ന് പറയുന്ന വെക്റ്റർ. അത് എലോങ് BA എന്ന് എഴുതാം. ഇനി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ Q1 ഈസ് ഈക്വൽ ടു ഈ രണ്ട് വെക്റ്ററുകൾ കൂട്ടി എഴുതണം. ഈ രണ്ട് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡയറക്ഷനും അറിയാം. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് Q1 Q3യുടെയും Q1ൻ്റെയും L-ൻ്റെയും വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും, ഇതിൻ്റെയും മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഇത് ഈ രണ്ട് വെക്റ്ററുകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് വെക്റ്ററുകൾ ആഡ് ചെയ്യണമെങ്കിൽ അവയുടെ മാഗ്നിറ്റ്യൂഡും അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ അറിഞ്ഞാൽ മതി. ഇപ്പോൾ ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് 60 ആണ്, ഇത് 60, ഇത് 60, ഇത് 60 ആയതുകൊണ്ട് ഇതും 60 ആയിരിക്കും. അപ്പോൾ തീറ്റ അറിയാം 60. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് F1ൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ √ അല്ലേ, ഈ രണ്ട് വെക്ടറുകൾ കൂട്ടുന്നത് അറിയാം. F31 സ്ക്വയർ പ്ലസ് F21 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു F31 ഇൻറ്റു F21 ഇൻറ്റു കോസ് 60 A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. അത്തരം ന്യൂമറിക്കൽ പ്രോബ്ലങ്ങൾ ടെസ്റ്റുകളിൽ ഉണ്ടാവും. ആ ന്യൂമറിക്കൽ പ്രോബ്ലം നിങ്ങളൊന്ന് നോക്കി ഈ ഇക്വേഷൻ അനുസരിച്ചൊന്ന് പരിശീലിച്ച് നോക്കിയാൽ മതിയാവും. നോക്കൂ, ഇനി നമുക്ക് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനൊരു പ്രോബ്ലത്തിലൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതാ നോക്കിയ ഒരു പ്രോബ്ലം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ സെപ്പറേറ്റഡ് ബൈ 1 ആംസ്ട്രം എന്നാണ് പ്രോബ്ലം. മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും തമ്മിൽ എന്തൊക്കെ ഫോഴ്സുകൾ ഉണ്ടാവാം? ഇപ്പം നമുക്കറിയാം ഒരു പ്രോട്ടോണാണിത്, അതുപോലെ ഇതൊരു ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. പ്രോട്ടോണിന് ചാർജുണ്ട്, ഇലക്ട്രോണിന് ചാർജുണ്ട്. ചാർജുള്ള രണ്ട് ബോഡികൾ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും. കഴിഞ്ഞ വർഷം ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറഞ്ഞെന്താ? ഇവിടെ പ്രോട്ടോണിന് മാസ് ഉണ്ട്, ഇലക്ട്രോണിന് മാസ് ഉണ്ട്. Every body in this universe attracts every other body with a force which is directly proportional to product of their charges and inversely proportional to the square of the distance between them. അപ്പോൾ ഇവർ തമ്മിൽ, ഈ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിൽ ഇപ്പോൾ രണ്ട് ഫോഴ്സുകൾ നിലനിൽക്കുന്നുണ്ട്. ചാർജുള്ള ഇവർ തമ്മിലുള്ള അകലം അവർ 1 ആംസ്ട്രം ആണെന്ന് പറയുന്നുണ്ട്. ചാർജുള്ള കാരണത്താൽ അവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. പ്രോട്ടോണിന് പോസിറ്റീവും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ആയതുകൊണ്ട് മാസ് ഉണ്ട്. പ്രോട്ടോണിൻ്റെ മാസ് ഇവിടെ തന്നിട്ടുണ്ട്, ഇലക്ട്രോണിൻ്റെ മാസ് തന്നിട്ടുണ്ട്. അത് കാരണം അവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഉണ്ടാവാം. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവാം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അവയുടെ റേഷ്യോ ഒന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് FE യുടെ അളവ് എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ അളവ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R² എന്നല്ലേ എഴുതുക.
1/4πε0യുടെ വാല്യൂ 9 × 10⁻⁹ കൊടുക്കുന്നു. Q1 പ്രോട്ടോണിന്റെ ചാർജ് 1.6 × 10⁻⁻19 കൊടുക്കുന്നു. പോസിറ്റീവ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻⁻19 കൊടുക്കുന്നു. നെഗറ്റീവ് ആണ്. ഈ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും വാല്യൂ കൊടുത്താൽ മതി. ഫോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ പിന്നീട് പറയുമെന്നുള്ളത് കൊണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ? ഡിവൈഡഡ് ബൈ എത്ര ഇവർ തമ്മിലുള്ള ദൂരം, 1 ആംസ്ട്രം ആണ്. ആ ദൂരത്തിൻ്റെ സ്ക്വയറാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടുന്നത്. ആംസ്ട്രം SI യൂണിറ്റ് അല്ല. 1 ആംസ്ട്രം എന്ന് പറഞ്ഞാൽ 1 × 10⁻⁻10 മീറ്റർ ആണ് അതിൻ്റെ സ്ക്വയർ. ഇത് കണ്ടുപിടിക്കണം. സാധാരണ നിങ്ങൾ പ്രോബ്ലം കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ്? 10ന്റെ പവറെല്ലാം ആദ്യം അങ്ങോട്ട് ആഡ് ചെയ്തോ അല്ലെങ്കിൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. ഇവിടെ മുകളിൽ 10⁻⁻19 ഉണ്ട്, ഇവിടെ ഒരു 10⁻⁻19 ഉണ്ട്, രണ്ടുകൂടെ കൂട്ടുമ്പോൾ 10⁻⁻38 ഉണ്ട്. 10⁻⁻38 ഒരു +9 ആകുമ്പോൾ 10⁻⁻29 ഉണ്ട്. ഇവിടെ അപ്പോൾ മുകളിൽ ഒരു 29 ഉണ്ട്, -29. താഴെ ഒരു -10ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ -20 ഉണ്ട്. ഈ 20 മുകളിലോട്ട് പോകുമ്പോൾ എത്ര ആവും? 20 മുകളിലേക്ക് പോകുമ്പോൾ +20 ആവും. +20യും ഇവിടെ നിലനിൽക്കുന്ന ഈ 10⁻⁻10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻⁻20. ആ -20 മുകളിലോട്ട് പോകുന്നു. അപ്പോൾ മൊത്തം ഇവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിച്ച് നോക്കുമ്പോൾ 9 × 1.6 × 1.6 എന്ന് പറഞ്ഞാൽ 2.56 ഇൻറ്റു ഇനി മുകളിൽ ഒരു 10⁻⁻29 ഡിവൈഡഡ് ബൈ 1 × 10⁻⁻20. -20 മുകളിൽ പോകുമ്പോൾ +20 ആവും. +20 -29 കൂടെ ആകുമ്പോൾ -9. മൊത്തത്തിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 23.04 × 10⁻⁻9 ന്യൂട്ടൺ ആണ് ഇവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. 23.04 × 10⁻⁻9 ന്യൂട്ടൺ. ഇതുപോലെ നിങ്ങൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് നേരത്തെ. FG എന്ന് വിളിക്കാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ക്യാപിറ്റൽ G × m1 × m2 ഡിവൈഡഡ് ബൈ r². നിങ്ങൾ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ അറിയാം. ക്യാപിറ്റൽ ജിയുടെ വാല്യൂ കൊടുക്കണം. ഞാനിത് മൊത്തം ചെയ്യാൻ നിൽക്കുന്നില്ല. മാസ് ഓഫ് പ്രോട്ടോൺ 1.67 × 10⁻⁻27 കൊടുക്കണം. മാസ് ഓഫ് ഇലക്ട്രോൺ 9.11 × 10⁻⁻11 കൊടുക്കണം. ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡിസ്റ്റൻസ് 1 ആംസ്ട്രം 1 × 10⁻⁻10 കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കിട്ടും. ദാറ്റ് ഈസ് 0.227 101.47 × 10⁻⁻49 എന്ന് കിട്ടും. ഇത്രയും ന്യൂട്ടൺ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഏതാ വലുത്? ഈ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണോ വലുത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ വലുത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് സംതിങ് × 10⁻⁻9. ഇത് സംതിങ് × 10⁻⁻49. -49 എന്ന് പറയുമ്പോൾ ഈ 101 ഇപ്പുറത്തേക്ക് ഇങ്ങനെ കുറേ 46 പൂജ്യം ഇട്ടിട്ട് കുത്തിടണം. ഇത് വളരെ ചെറിയ ഫോഴ്സാണ്. 10⁻⁻49. ഇത് 10⁻⁻9. അപ്പോൾ ഏതാ സ്ട്രോങ് ഫോഴ്സ് കമ്പാരിറ്റീവ്ലി? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ വെരി വീക്ക് ഫോഴ്സ്. അപ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് സ്ട്രോങ് ആണ്. അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് FE FG കൊണ്ട് ഡിവൈഡ് ചെയ്യണം. FE എന്ന് പറയുന്നത് 23.04 × 10⁻⁻9 ഡിവൈഡഡ് ബൈ അത് 101.47 × 10⁻⁻49. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം സംതിങ് ഇൻറ്റു ദാറ്റ് ഈസ് 0.227 സംതിങ് ഇൻറ്റു 10⁻40 എന്ന് കിട്ടും ഈ റേഷ്യോ. അതായത് FE FG കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടി. ഇതൊരു ഹ്യൂജ് സംഖ്യയാണ്. 10⁻40 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് ഹ്യൂജ് സംഖ്യയാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? FE വളരെ വലുതും FG വളരെ ചെറുതുമാണെന്നാണ്. ദാറ്റ് ഈസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ FG എന്ന കൺക്ലൂഷനിൽ എത്താൻ പറ്റും ഈ പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്തതിൽ നിന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ എന്തൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ നമുക്കൊന്ന് കമ്പാരിസൺ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും നോക്കാം.
സിമിലാരിറ്റീസ് എന്തൊക്കെ നോക്കാൻ പറ്റും? സിമിലാരിറ്റീസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ നിയന്ത്രിക്കുന്ന ഈ ലോയിൽ താഴെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. അതൊരു സിമിലാരിറ്റിയാണ്. ബോത്ത് ആർ ഇൻവേഴ്സ് സ്ക്വയർ ലോസ്. രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. രണ്ട് ഫോഴ്സും വേരി ചെയ്യുന്നത് വസ്തുക്കൾ തമ്മിലുള്ള ദൂരത്തിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ് ആയിട്ടാണ്. അപ്പം ബോത്ത് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇനി രണ്ട് ഫോഴ്സുകളും, ഒരു ചാർജ് ഇവിടെ ഇരുന്നാൽ അത് എത്ര ദൂരം അകലെയുള്ള ഒരു ചാർജിനെയും അട്രാക്ട് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ചെയ്യും. ദാറ്റ് ഈസ് ഈ R ഇൻഫിനിറ്റി ആയാൽ മാത്രമേ അവർ തമ്മിലുള്ള ഫോഴ്സ് 0 ആവുന്നുള്ളൂ. ഇതിൻ്റെ അർത്ഥം ഇതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. അതുപോലെ മാസും അങ്ങനെയാണ്. ഒരു മാസ് ഇവിടെ ഇരുന്നാൽ അത് എത്ര ദൂരം അകലെയിരിക്കുന്ന മാസിനകത്തും ചെറുതെങ്കിലും ഒരു ഫോഴ്സ് ചെലുത്തും. ബോത്ത് ആർ ലോങ് റേഞ്ച് ഫോഴ്സസ്. രണ്ടും ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ഈ രണ്ട് ഫോഴ്സുകളും കൺസർവേറ്റീവ് ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സും അതിൻ്റെ പ്രോപ്പർട്ടിയും പഠിച്ചു. അതുപോലെ തന്നെ ഈ രണ്ട് ഫോഴ്സുകളും സെൻട്രൽ ഫോഴ്സുകളാണ്. അപ്പോൾ വാട്ട് ആർ ദ 4 സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? ബോത്ത് ഫോഴ്സസ് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ, ഒരു സിമിലാരിറ്റി. 2, ബോത്ത് ആർ ലോങ് റേഞ്ച് ഫോഴ്സസ്. അർത്ഥം മനസ്സിലായി? ഈ രണ്ട് പേര് തമ്മിൽ എത്ര അകലത്തിലിരുന്നാലും അവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉണ്ടാവും. ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും, മാസ് ഉണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉണ്ടാവും. ബോത്ത് ആർ കൺസർവേറ്റീവ് ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും. ഇനി അടുത്തത് ബോത്ത് ആർ സെൻട്രൽ ഫോഴ്സസ്. ഈ 4 സിമിലാരിറ്റീസ് പറഞ്ഞു. ഇനി നമുക്കൊരു 4 ഡിസിമിലാരിറ്റീസ്, രണ്ട് ഡിസിമിലാരിറ്റീസും കൂടെ പറയാം. ഒന്ന്, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാസുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. പക്ഷേ ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൽസീവ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ചാർജസ്. അപ്പോൾ ഒന്നാമത്തെ ഡിസിമിലാരിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് വെയർ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൽസീവ്. രണ്ടാമത്തെ വേറൊരു ഡിസിമിലാരിറ്റി പറയാൻ പറ്റുന്നത്, ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അവയ്ക്കിടയിലുള്ള മീഡിയം മാറുന്നതിനനുസരിച്ച് മാറും. കാരണം ഈ എപ്സിലോൺ മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ രണ്ട് മാസുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അത് ഈ ജിയുടെ വാല്യൂ, അവരുടെ ഇടയിൽ ഏത് മീഡിയം ആയാലും നമ്മൾ ഈ ജിക്ക് കൊടുക്കുന്ന വാല്യൂ സെയിമാണ്. ഇവിടെ വാല്യൂ മാറുന്നതിനനുസരിച്ച്, മീഡിയം മാറുന്നതിനനുസരിച്ച് ഈ വാല്യൂ മാറ്റി കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് രണ്ട് മാസുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവയ്ക്കിടയിലുള്ള മീഡിയത്തിന് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അവയ്ക്കിടയിലുള്ള മീഡിയത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. മറ്റൊരു ഡിഫറൻസ് അവയുടെ മാഗ്നിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എ സ്ട്രോങ് ഫോഴ്സ് while gravitational force is a very weak force, or it is the weakest force in the nature. This is the difference between gravitational force and electrostatic force. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സെക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു മേജർ സെക്ഷൻ അവസാനിക്കുകയാണ്. ഇതെത്രത്തോളം നിങ്ങൾ കൺസീവ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് തുടർ പഠനം നടത്താൻ കഴിയുക. അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള 5 വീഡിയോകളും നിങ്ങൾ ആവർത്തിച്ച് കണ്ട് നോട്ടും കുറിപ്പുകളും ഒക്കെ തയ്യാറാക്കി വെച്ച് ഇരുന്നാൽ മാത്രമേ ഇനി തുടർന്നുള്ള ഇതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. റിപ്പീറ്റഡായിട്ട് ഇത് കാണാൻ ശ്രമിക്കുക, ഫോളോ ചെയ്യുക, തുടർച്ചയായി ഇത് കാണുക. ഓക്കെ, താങ്ക് യു.